നമസ്കാരം. വ്ളാഡിമിർ പുടിൻ ഇപ്പോൾ പാകിസ്ഥാനോട് കൈകോർക്കാൻ ഒരുങ്ങുന്നു. അതും ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു ബിഗ് ഡീൽ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ. ഹോളിവുഡ് സിനിമകളെ വെല്ലുന്ന ഈ രാജ്യാന്തര രാഷ്ട്രീയ നാടകത്തിലെ ഓരോ എപ്പിസോഡിനും ഇപ്പോൾ വലിയ കാഴ്ചക്കാരുണ്ട് എന്ന് വേണം പറയാൻ. സംഭവം തുടങ്ങുന്നത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ ഒരു പള്ളിയിലുണ്ടായ ബോംബ് ആക്രമണത്തോടെയാണ്. കേട്ടവരെയും കണ്ടവരെയും ഞെട്ടിച്ച ആ പ്രാകൃത ആക്രമണത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശക്തമായി അപലപിച്ചു. മോസ്കോയിലെ ക്രെംലിൻ കൊട്ടാരത്തിൽ നിന്ന് വന്ന വാക്കുകൾ വെറും അനുശോചനമെന്നതിലപ്പുറം ഒരു വലിയ സന്ദേശം കൂടിയായിരുന്നു. പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാരിനും അതുപോലെ പ്രധാനമന്ത്രി ഷഹ്ബാസ് ഷെരീഫിനും അയച്ച സന്ദേശങ്ങളിൽ പുടിൻ തന്റെ അതീവ ദുഃഖം പങ്കുവയ്ക്കുകയും ആക്രമണത്തിന്റെ ഇരകളോടും രാഷ്ട്രത്തോടുമുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരു മതചടങ്ങിനിടെ ആളുകളെ കൂട്ടക്കൊല ചെയ്യുന്നത് ഭീകരവാദത്തിന്റെ ക്രൂരവും മനുഷ്യത്വരഹിതവുമായ സ്വഭാവത്തിന്റെ തെളിവാണ്. പുടിന്റെ വാക്കുകൾ രാജ്യാന്തര സമൂഹത്തിൽ മുഴങ്ങി. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്കും സുഹൃത്തുക്കൾക്കും തന്റെ ആത്മാർത്ഥമായ അനുതാപവും പിന്തുണയും അറിയിച്ച അദ്ദേഹം പരിക്കേറ്റവർ വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ എന്നും ആശംസിക്കുകയും ചെയ്തു. പക്ഷേ പുടിന്റെ വാക്കുകൾ വെറും ആശ്വാസവചനങ്ങൾ മാത്രമായിരുന്നില്ല. അതൊരു ബിഗ് ഓഫർ ആയിരുന്നു. ഭീകരവിരുദ്ധ പോരാട്ടത്തിലും സുരക്ഷാ കാര്യങ്ങളിലും പാകിസ്ഥാനുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ റഷ്യ സന്നദ്ധമാണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയത് ലോകത്തെ തന്നെ അമ്പരപ്പിച്ചു. ഈ നീക്കത്തിന് പിന്നിൽ വലിയ ഒരു കഥയുണ്ട്. അടുത്തിടെ ഇന്ത്യ-US വ്യാപാര കരാർ ചട്ടക്കൂടിന് ധാരണയാവുകയും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പു നൽകിയിട്ടുണ്ടെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യ പാകിസ്ഥാന് ഉറച്ച പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. റഷ്യൻ എണ്ണ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യ വാങ്ങുന്നുണ്ടോ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കും, വാക്ക് പാലിച്ചില്ലെങ്കിൽ വീണ്ടും നടപടിയെടുക്കും എന്ന വൈറ്റ് ഹൌസിന്റെ മുന്നറിയിപ്പും ഇതിനോടൊപ്പമുണ്ടായിരുന്നു. നേരത്തെ നേരിട്ടോ പരോക്ഷമായോ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യില്ലെന്ന് ഉറപ്പ് ലഭിച്ചതുകൊണ്ട് അധികമായി ചുമത്തിയ 25% പിഴത്തിരുവ പിൻവലിച്ചതായും വൈറ്റ് ഹൌസ് പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഓർഡറിൽ അവകാശപ്പെട്ടിരുന്നു. ചുരുക്കത്തിൽ ലോകരാഷ്ട്രീയത്തിലെ ചെസ് ബോർഡിൽ ഓരോ നീക്കത്തിനും വലിയ വ്യക്തമായ ലക്ഷ്യമുണ്ട്. ഒരു വശത്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുമ്പോൾ മറുഭാഗത്ത് റഷ്യയും പാകിസ്ഥാനും ഒരു പുതിയ സൗഹൃദത്തിന്റെ കഥ കെട്ടിപ്പടുക്കുന്ന കാഴ്ചയാണ്. ഇത് വെറുമൊരു സാധാരണ രാഷ്ട്രീയ നീക്കമാണോ അതോ ഇന്ത്യക്കുള്ള ശക്തമായ മുന്നറിയിപ്പാണോ? ഈ ഒരു പ്രശ്നം എങ്ങോട്ടാണ് പോകുന്നത്? റഷ്യയുടെ ഈ നീക്കം ഇന്ത്യയെ ഏതൊക്കെ തരത്തിൽ ബാധിക്കും? ഉത്തരം തേടി ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്.